പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ഗീതു. ഞാൻ തങ്കിപ്പള്ളി ഇടവക അംഗമാണ്. ഇതെൻ്റെ ഭർത്താവ് റിജു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 13-ാം തീയതി ചേട്ടൻ ഒരു കസേരയിൽ നിന്ന് വീണ് ചേട്ടൻ്റെ കൈക്ക് ഒടിവുണ്ടായി. കസേരയിൽ നിന്ന് വീണെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഓർക്കും ചെറിയൊരു വീഴ്ചയാണല്ലോ എന്ന്. പക്ഷേ ചേട്ടൻ വീണ് ചേട്ടൻ്റെ കൈയുടെ കുഴ തെന്നിങ്ങ് പോന്നു. പിന്നെ നമ്മുടെ വീതിയുള്ള അസ്ഥി കുറച്ച് താഴെ വെച്ചിട്ട് 2 പീസായിട്ട് ഒടിഞ്ഞു പോയി. ഈ 2 കാരണങ്ങളും കൊണ്ട് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞ് 6 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്ലാസ്റ്റർ എടുത്തു വീട്ടിലേക്ക് വിട്ടു. 2 ദിവസം കഴിഞ്ഞ് കൈ അനക്കാനൊക്കെ പറഞ്ഞു. അനക്കി തുടങ്ങി, ഭയങ്കര വേദന. പിന്നെ ഞങ്ങൾ അവിടുന്ന് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ച് എറണാകുളം. അവിടെ ചെന്നപ്പം അവർ ചോദിച്ച് സ്റ്റീൽ എന്തുകൊണ്ട് ഇട്ടില്ല. സ്റ്റീൽ ഇടേണ്ട ഒരു കാരണമായിരുന്നു. ഇത് നമുക്കിനി പഴയ ജോലി നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. വെയിറ്റ് എടുത്ത് ജോലിയൊന്നും ചേട്ടൻ കൽപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. തുടർന്ന് നമുക്ക് മുന്നോട്ട് ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞ് ചെന്നപ്പോൾ പറഞ്ഞത് ആ സ്ഥിതിയിൽ തന്നെ കൂടി തുടങ്ങി. അതുകൊണ്ട് നമുക്കിനി സ്റ്റീൽ ഇടാനുള്ളൊരു ഇതില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ വളരെ സങ്കടത്തോടുകൂടി ഞങ്ങൾ ഇരുന്ന് ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്നെങ്കിലും ഞങ്ങൾ ഉടമ്പടിയൊന്നും എടുക്കാതെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ജോലി ചെയ്യണം എന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഒരു കച്ചവടം എന്തെങ്കിലും ഒരു അങ്ങനെയുള്ള 2 പേർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ മരിച്ച ആത്മാക്കളുടെ ദിവസം പള്ളിയിൽ നിന്നപ്പം ചേട്ടൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരാം, എനിക്ക് കൃപാസനത്തിൽ പോകണം, അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോന്നു. അപ്പോൾ പുള്ളിക്കാരൻ നേരത്തെ ഒരുപാട് വിശ്വാസത്തിലൊന്നും നടന്ന ഒരാളല്ല. കുമ്പസാരം കാര്യങ്ങളൊക്കെ കുറവുള്ള ഒരാളായിരുന്നു. കൃപാസനത്തിൽ വന്ന് വൈകിട്ട് 7 മണിയായിട്ടും കാണുന്നില്ല. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്നിട്ടൊരു കാര്യം പറയാം, ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതിനു മുന്നേ എനിക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ജീവിതത്തിൽ കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്തെങ്കിലും അതുവഴി പോകുമ്പോൾ ഒന്ന് കയറി ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് പോകാൻ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി ഉടമ്പടി എടുക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ അന്ന് മരിച്ചാത്മാക്കളുടെ ദിവസം ഇവിടെ വന്നത് എനിക്ക് ഉടമ്പടിയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ക്യൂവിൽ നിന്ന് അടുത്തെത്തുന്നവരെ ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ അടുത്തെത്തിക്കഴിഞ്ഞ് വൈകുന്നേരം വന്നതിനോട് പറഞ്ഞത് ഒരു സന്തോഷ വാർത്താനമുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നി. ചേട്ടൻ വന്ന് ഉടമ്പടി എടുത്തല്ല, നല്ല കാര്യം. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കടയുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഉപേക്ഷിച്ചിട്ടിരുന്ന കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ തിരക്കി. കാട് കയറി കിടന്നിരുന്ന കുറച്ച് കാടും പടലുമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ വരെ ഞങ്ങൾ അന്വേഷിച്ച് നമുക്ക് വൃത്തിയാക്കി അവിടെ നമുക്ക് ചെയ്യാം, സ്വന്തമായിട്ട് നമുക്ക് അവിടെ കെട്ടിയുണ്ടാക്കി ചെയ്യാം. പക്ഷെ ചോദിച്ചിട്ട് എല്ലാവരും ഞങ്ങൾ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞ പോലെ പോലും തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്ന് അത് കഴിഞ്ഞപ്പം ചേട്ടൻ്റെ പെങ്ങൾ പറഞ്ഞു നമുക്ക് അച്ഛനെ കാണണം. ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ തലയിലും കയ്യിലുമൊക്കെ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു വിട്ടെങ്കിൽ അച്ഛനോടൊന്നും പറയാൻ പറ്റിയില്ല. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയെങ്കിൽ അച്ഛനോടൊന്നും പറയാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ അച്ഛനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തിലാണ് പുറത്തോട്ട് ഇറങ്ങി പുറത്ത് ചെന്നപ്പോൾ ചേട്ടനോട് വേറൊരു ചേട്ടനോട് തിരക്കി, ചേട്ടൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ പറഞ്ഞാൽ അച്ഛൻ തലയെ കൈവച്ചപ്പോൾ അച്ഛനെല്ലാം മനസ്സിലായിട്ട് നീ ധൈര്യമായിട്ട് നിൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അങ്ങനെ ആ ഫ്രണ്ടിലിരിക്കുന്ന അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് 2 പെൺപിള്ളേരാണ്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനൊരു വഴിയില്ല, ഇങ്ങനെയാണ്. അപ്പോൾ അതിന് മുന്നേ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ ഞാൻ മാതാവിനോടൊരു കാര്യം പറഞ്ഞത്, ഡിസംബർ 1-ാം തീയതി എനിക്കൊരു കട തുടങ്ങി തന്നെ, ഒരു കട എനിക്ക് ഡിസംബർ 1-ാം തീയതി തുടങ്ങി തന്നെ എൻ്റെ കൂടെ വന്ന് എനിക്ക് മേടിച്ച് തന്നേ പറ്റുള്ളൂ എന്ന് മാതാവിനോട് ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ്, നീ ആരോടാണോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അയാളുടെ കുടുംബത്തെയും ആ വ്യക്തിയെയും മനസ്സിൽ വിചാരിച്ച് നീ കൊന്ത ചൊല്ലി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയി ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് പോയി ചോദിച്ച്, പക്ഷേ 2-3 പേരോട് കൂടി ചോദിച്ചിട്ടും അവർ ഭയങ്കര റെൻറ്റും കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതൊന്നും അല്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞ്, ഞങ്ങൾ ചോദിച്ച ആരെങ്കിലും ഒരാൾ ഞങ്ങൾക്ക് ഈ കട തിരിച്ചു കൊണ്ടുവന്ന് തരും, ഈ ചോദിച്ച് ഇത്ര സ്ഥലത്തു നിന്ന് ഒരാൾ ഞങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു.
ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചേട്ടൻ വിളിച്ചിട്ട്, ബാംഗ്ലൂരാണ് ആ ചേട്ടൻ, ആ ചേട്ടൻ്റെ കട ഞങ്ങളുടെ വീടിനടുത്താണ്. ആ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ കട തുടങ്ങ്, കട നടത്ത്, ഇനി ഞാനതിലൊന്നും ചെയ്യുന്നില്ല, നീ തന്നെ നടത്തിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ 1-ാം തീയതി, കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്ത് കട ഞങ്ങളുടെ പേരിലായി. ഈ ഞായറാഴ്ച 17-ാം തീയതി ഞങ്ങൾ കട ഉദ്ഘാടനം ചെയ്യണം. ആ കാര്യം എല്ലാവരോടും വളരെ സന്തോഷത്തോടു കൂടി, നന്ദിയോടുകൂടി മാതാവിൻ്റെ മുമ്പിൽ പറയണം. അപ്പം മാതാവിനോട് ഒന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ വേറൊരാളെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത കാര്യം, ഞങ്ങൾ റിലേറ്റീവ്സായിട്ട് കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു. ആ വഴക്കൊക്കെ തീർന്നു. എല്ലാവരോടും രമ്യതയോടുകൂടി, 2 കുടുംബങ്ങളും തമ്മിൽ രമ്യതയോടുകൂടിയായി. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം ഉണ്ടായത്, ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ രാവിലെ നമ്മൾ രാവിലെ സാക്ഷ്യം കേൾക്കുമല്ലോ. സാക്ഷ്യം കേൾക്കുമ്പോൾ എല്ലാവരും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മാതാവിനെ കണ്ടു, അപ്പോൾ മാതാവിനെ കണ്ടു, മാതാവിൻ്റെ നിഴൽ കണ്ടു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, മാതാവ് എങ്ങനെ ഇരിക്കും, സുന്ദരിയായിരിക്കുമോ, എന്തായിരിക്കും മാതാവിൻ്റെ രൂപം, ഈ കാണുന്ന രൂപമാണോ മാതാവിൻ്റെത്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചേട്ടനോട് പോലും പറഞ്ഞില്ല. കാര്യം എനിക്ക് വട്ടാണെന്ന് കരുതത്തില്ല എന്നോർത്ത് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു ദിവസം, ഈ 2 ആഴ്ച മുന്നേ ഒരു ദിവസം വെളുപ്പിന് ഞാൻ പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ കണ്ടു. കുഞ്ഞിനെ നേരെ കിടത്തി കണ്ണടച്ച് കിടന്നപ്പോഴത്തേനും ഒരു ഗോൾഡൻ കളറില്ല, തലയിൽ ഗോൾഡൻ കളറിലിട്ട് ഗോൾഡൻ കളറിലെ മുടിയുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഞാൻ കണ്ടത്. ചെറിയൊരു പെൺകുട്ടി, ചുമന്ന ചുണ്ടൊക്കെയുള്ള ഒരു സുന്ദരിയായ സായിപ്പിനെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. ആ പെൺകുട്ടി ഒരു പ്രദക്ഷിണത്തിൻ്റെ ഫ്രണ്ടേ നടന്നു പോയി, ഒരു പള്ളി കയറി. പള്ളിയിൽ ആരാധന നടക്കുന്നുണ്ട്. ഈ പെൺകുട്ടീനെ അച്ഛൻ വന്ന് 3 പ്രാവശ്യം തീ പന്തമെന്നേ പറയാൻ പറ്റുള്ളൂ, അതുപോലത്തെ ഒരു സാധനം കൊണ്ട് 3 പ്രാവശ്യം ഒഴിഞ്ഞപ്പം ഈ കൊച്ചിൻ്റെ ഗോൾഡൻ കളറിലെ മുടിയിലേക്ക് തീ കയറി പിടിച്ച് അത് കഴിഞ്ഞ് ഈ പെൺകൊച്ച് തന്നെ കൈ കൊണ്ട് 2 വശത്തും തുടച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നത്, നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ വലുതായി, ആകാശം മുട്ടയെന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിൽ കൂടുതൽ വലുതായി നിൽക്കുന്ന ആകാശ നീല കളറ് തലയിൽ കൂടിയൊക്കെ ഇട്ട ഒരു കൈ കുപ്പി താഴേക്ക് നോക്കി നിൽക്കുന്ന ഒരു മാതാവിനെയാണ് ഞാൻ കണ്ടത്. നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റത്തില്ല. ഞാനത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് മറഞ്ഞും പോയി. ഞങ്ങൾ അത് കഴിഞ്ഞ് രാവിലത്തെ പ്രാർത്ഥനയൊക്കെ എല്ലാം 2 പേരും ഒരുമിച്ചിരുന്നാണ് ചൊല്ലുന്നത്, വൈകിട്ടത്തെ പ്രാർത്ഥനയൊക്കെ ഒരുമിച്ചിരുന്നാണ് ചൊല്ലുന്നത്. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ കണ്ടത് മാതാവിനെ തന്നെയാണ്, ഞാൻ മാതാവിനെ കണ്ടു, പക്ഷെ എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോയി. കാര്യം അത്രയും സുന്ദരിയാണ് മാതാവ്. നമുക്ക് പറഞ്ഞ് നമ്മളത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, അത്ര സുന്ദരിയായ ഒരു മാതാവിനെ ഞാൻ ഇതുവരെ അതിങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ അത്, അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, കാര്യം ചിലപ്പോൾ താഴ്ചയിൽ നിന്ന് ഞങ്ങളെ ഉയർത്തിയതായിരിക്കും മാതാവ് അങ്ങനെ കാണിച്ചത്. താഴ്ന്നു നിന്ന ഒരു മാതാവിനെ കാണിച്ചതിന് ശേഷം അത്രയും വലിപ്പമുള്ള ഒരു മാതാവിനെ കാണിച്ചത് ഞങ്ങളുടെ വീഴ്ചയിൽ നിന്ന് ഞങ്ങളെ അത്ര ഉയർത്തി കൊണ്ടുവന്നതായിരിക്കും എന്നെൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു വചനം മാത്രമേ ഞങ്ങൾ 2 പേരും മനസ്സിൽ ഇപ്പോഴും വരുന്ന ഒരു വചനമാണ്, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. ഇതെപ്പോഴും ഞങ്ങൾ വചനപ്പെട്ടി എടുക്കുമ്പോഴും ഞങ്ങൾക്ക് മിക്കപ്പോഴും കിട്ടുന്ന ഒരു വചനമാണ്. അപ്പോഴും ഞങ്ങൾ തമ്മിൽ പറയും, നമുക്ക് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മളോട് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഈ 17-ാം തീയതി പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങളുടെ കടയുടെ ഉദ്ഘാടനം തീരുമാനിച്ചു. പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് കൃപാസനം പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. ആദ്യത്തെ പ്രാവശ്യം ബസ്സിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ കൈ കാണിക്കാൻ പോയപ്പോഴത്തേനും ബസ്സിൽ കുറച്ച് പേർക്ക് കൊടുത്തു, പിന്നെ വീടിൻ്റെ പരിസരത്തുള്ളവർക്ക് കൊടുത്തു, പിന്നെ തങ്കി പള്ളി കൊണ്ടുപോയി കുറച്ച് പേർക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ചേർത്തല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഉച്ചഭക്ഷണം കൊടുത്തു. യേശുവേ സ്തോത്രം. എൻ്റെ പേര് റിജു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ വീണതെന്ന് പറഞ്ഞാൽ, ഞാനൊരു തങ്കിപ്പള്ളിയുടെ ഒരു ചെറിയ ചാപ്പലിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും, അവിടെ വരെ കൈക്കാരന്മാരോ കപ്പയാരൊന്നും ഇല്ലാത്ത, അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഞങ്ങൾ പ്രസിഡൻറ്റ്, സെക്രട്ടറി അങ്ങനെയുള്ള ആൾക്കാരെ കൂടിയാണ്. എല്ലാ ആഴ്ചയിലും കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ
എൻ്റെ വിചാരം ഞാനാ ചെയ്യുന്നതാണ് എൻ്റെ പ്രാർത്ഥന എന്നുള്ളതായിരുന്നു. അല്ലാണ്ട് കൃത്യമായിട്ട് കുർബാന കൂടുകയോ അല്ലെങ്കിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയോ അങ്ങനെയും ചെയ്യില്ല. അതിപ്പോൾ എങ്ങനെ പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വണക്കമാസത്തിന് വൈകുന്നേരം നമ്മൾ ജോലി കഴിഞ്ഞിട്ട് ചെന്ന് പള്ളിയൊക്കെ തുറന്നു കൊടുത്ത് എല്ലാവരും വന്നിരുന്ന് വണക്കം നടത്തുമ്പോൾ ഞാൻ ചെയ്യണത് അവിടെ പറമ്പിലെ പുല്ല് പറിക്കിയിരിക്കും. അപ്പോൾ എൻ്റെ വിചാരം എൻ്റെ ഉത്തരവാദിത്വം അതാണ് എൻ്റെ പ്രാർത്ഥന എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തിരിച്ചറിയാം, നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മുടെ പ്രാർത്ഥനയോട് ചെയ്യുന്ന പ്രവൃത്തിക്ക് മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്കിപ്പോൾ പൂർണ്ണമായിട്ടും തിരിച്ചറിയാം. കാരണം ഞാനിപ്പോൾ കുർബാന വ്യക്തമായിട്ട് കൂടുന്നുണ്ട്, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്രയും വർഷം ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ടല്ലായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ആകെ അങ്ങനെ മാറിപ്പോവുകയായിരുന്നു. ഈ തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാവുകയാണ് എന്ന് പറയുന്നത് പോലെ ഞാനങ്ങനെ മാറി മാറി പോവുകയാണ്. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നത് മാതാവിനോടുള്ള പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് മാതാവിനും തിരുക്കുമാരനും എൻ്റെയും കുടുംബത്തിൻ്റെ 1000 നന്ദി.